അല്ലല്ല ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ ക്ലീൻ ആക്കണം. സംസാരിക്കാം. നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂകാംബികയിൽ ദേവീനൊക്കെ നല്ലോണം തൊഴാൻ പറ്റിയെങ്കിലും നമ്മൾ പോണ വഴിയിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികളടക്കം നമ്മൾ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ആക്ച്വലി ട്രാവലറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാവലിംഗ് അർബാനയിലേക്ക് മാറ്റായിരുന്നു. കാരണം കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും വഴി ട്രാവൽ ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. രാവിലെ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നൈറ്റ് നമ്മൾ കർണാടകയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ RTOന്റെ വെഹിക്കിൾ നമ്മൾ സിനിമ സ്റ്റൈലിൽ ചെയ്ത് നിർത്തിയിട്ട് നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞത്. ഈവൻ ദോ നമ്മൾ കർണാടകയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ 16 സീറ്റ് വെഹിക്കിളായ അർബാനയ്ക്ക് നമ്മൾ അതിൻ്റെതായ ടാക്സ് ഓൺലൈൻ ത്രൂ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ വണ്ടിയിലുള്ള 16 സീറ്റ്സിനെ പറ്റിയൊന്നും ഒട്ടും ബോധേഡല്ല. ഇവർ പറയുന്നത് അർബാനിയുടെ വീൽ ബേസ് വെച്ച് മാക്സിമം 45 സീറ്റ്സ് വരെ ഈ വീൽ ബേസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ വീൽ ബേസിന്റെ മാക്സിമം കപ്പാസിറ്റി ആയിട്ടുള്ള 45 സീറ്റ്സിനും നമ്മൾ വെറുതെ ടാക്സ് പേ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. നമ്മളിത് കേട്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയിട്ടോ. അവർ പറഞ്ഞ് ഈ വണ്ടി തന്നെ ഒരു ഇല്ലീഗൽ വണ്ടിയാണെന്നുള്ള രീതിയിലാണ് പറയുന്നുണ്ടായിരുന്നത്. നമ്മൾ അവരോട് പറയുന്നുണ്ടായിരുന്നു ഇത് കമ്പനി ഇറക്കുന്ന വണ്ടിയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അർബാനിയ എന്ന് പറഞ്ഞൊരു വണ്ടി തന്നെ നമുക്ക് കർണാടകയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, നമുക്കിത് ഭയങ്കര ഇഷ്യൂ ആവും, നമ്മളുടെ എതിരെ കേസ് വരും, ഇതാണെന്നൊക്കെയാണ്. എന്ത് തന്നെയായാലും നമ്മൾ ഇവർ പറയുന്നത് അനുസരിച്ച് പേ ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ബിക്കോസ് നമ്മൾ ലീഗലി എത്രയാണോ പേ ചെയ്യേണ്ടത് അത് മുന്നേ തന്നെ പേ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് 1 രൂപ പോലും ചെലവാക്കാൻ നമ്മൾ റെഡി അല്ലായിരുന്നു. ഇനിയിപ്പോൾ അവർ നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിടേ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരേണ്ടി വന്നാൽ പോലും നമ്മൾ അവർ പറയുന്ന അത്ര എമൗണ്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുത്ത് രക്ഷപ്പെടാനോ റെഡി അല്ല എന്നുള്ള കാര്യം അവരോട് നമ്മൾ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ അവർ ചെറുതായിട്ടൊന്ന് പ്ലേറ്റ് മറിച്ചു കേട്ടോ. അവർ പറഞ്ഞു നമുക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട, നമ്മൾ ഈ കാര്യം നിങ്ങളെ ജസ്റ്റ് ഇൻഫോം ചെയ്യാനായിട്ട് വന്നതാണെന്ന്. അതെന്തായാലും നന്നായി. ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് പുലർച്ചെ 2 മണിക്കുള്ള RTOന്റെ അവയർനെസ് ക്ലാസ്. ഫൈനലി 1 രൂപ പോലും നമുക്ക് എക്സ്ട്രാ ലീഗൽ ടാക്സിന്റെ അപ്പുറത്തേക്ക് പേ ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ബാക്കി നമ്മുടെ ട്രാവലിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. ദേവീനെ നല്ലോണം തൊഴാൻ പറ്റി. നിങ്ങളും ഇത്തരം സ്കാമിൽ പെടാതിരിക്കട്ടെ.